പറയുന്നത് ഖുർആന്റെ പ്രഖ്യാപനം. എല്ലാവരും അംഗീകരിക്കുന്നതിൽ രോഗശമനമുണ്ട്. എന്താ സാധനം? അത് സാധനം ബോഡി വേസ്റ്റ്. ഈച്ചയുടെ ബോഡി പുറത്തു വരുന്ന സാധനം വേസ്റ്റാ അല്ല രോഗശമനോ? അത് രോഗശമനമാണ് മരുന്നാണ്. എന്താ കാരണം? അത് സാധാരണ ഈച്ചയല്ല, അത് തേനീച്ചയാണ്. സാധാരണ ഈച്ച ഛർദിച്ചാൽ, ഈച്ച തുപ്പിയാൽ, ഈച്ച അതേ കാട്ടിച്ചാൽ അതിൽ രോഗശമനമില്ല. പക്ഷേ തേനീച്ച സാധാരണ ഈച്ചയല്ല. തേനീച്ചക്ക് എന്താ പ്രത്യേകത? അത് മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിക്കൂ, ഖുർആൻ പഠിച്ചവരോട് ചോദിക്കൂ, അവരങ്ങ് പറഞ്ഞു തരും. തേനീച്ചക്ക് അള്ള വഹി അറിയിച്ചിരിക്കുന്നു. വഹി കിട്ടിയ ഈച്ചയാണ്, സാധാരണ ഈച്ചയല്ല. വഹി കിട്ടിയ ഈച്ചയുടെ തൊള്ളയിലൂടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന വസ്തു അത് രോഗശമനമുണ്ടാക്കുന്നു. അതുകൊണ്ട് കൃഷ്ണകുമാരി എഴുതുന്നു, തേനിൽ ചേർത്ത് കുടിച്ചോ, തേൻ കുടിച്ചോ. തേനിന് ബർക്കത്താണ്. എന്താ സംഗതി? സംഗതി ഇതൊരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന സാധനം. അത് അത്ര വലിയ മുന്തിയ ജീവിയൊന്നുമല്ല. അർത്ഥം തിന്നാൻ പറ്റുന്ന കോഴിയൊന്നുമല്ല, അർത്ഥം തിന്നാൻ പറ്റുന്ന പശുവല്ല, ഉയർത്താൻ പറ്റുന്ന ഒട്ടകവുമല്ല, ആടുമല്ല. പിന്നെ സുബ്ഹാനല്ലാഹ് ചത്തു വീണതിൽ നമുക്ക് വളരെ അർത്ഥം തോന്നുന്ന ഒരു ജീവി. ആ ജീവിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന വസ്തുവിന് വലിയ ബഹുമാനം. ഇനി നിങ്ങൾ നോക്കൂ, ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതൊക്കെ മാലിന്യമാണോ? സുബ്ഹാനല്ലാഹ്, ചിലര് പറയുന്നു ശരീരത്തിൽ തന്നെയുള്ള സമയത്ത് മാലിന്യാവില്ല, മൂർച്ചാ മാലിന്യം. അങ്ങനെയാണോ? എന്നാ സുഹൃത്തുക്കളെ, ആട്ടിറച്ചി തിന്നാറില്ലേ? അതേ പോത്തിറച്ചി തിന്നാറില്ലേ? കോഴിയിറച്ചി തിന്നാറില്ലേ? മത്സ്യം തിന്നാറില്ലേ? ചോദിക്കട്ടെ, ഡെഡ് ബോഡിയല്ലേ? ഡെഡ് ബോഡിയല്ലേ? അറുത്ത ജീവിയാണെങ്കിൽ തന്നെ അതേ അത് ജീവൻ പോയ വസ്തുവല്ലേ? അത് മാലിന്യമാണോ, ഭക്ഷണമാണോ? പോരാ. പശുവിനെ കറന്ന് കുടിക്കാറില്ലേ? ആട്ടിനെ കറന്ന് കുടിക്കാറില്ലേ? അതേ ഒട്ടകത്തെ കറന്ന് കുടിക്കാറില്ലേ? ജീവനുള്ള സമയത്ത് ജീവനുള്ള വസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതൊക്കെ മാലിന്യമാണോ, ബഹിഷ്ടാണോ? ലോകത്ത് ഈ പാല് മുഴുവനും വിലക്ക് വാങ്ങി കുടിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരാണോ? സുബ്ഹാനല്ലാഹ്, ഇവിടെയുള്ള മൃഗങ്ങളെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വസ്തുവിന് തന്നെ എത്ര ഔഷധവീര്യമാണ്. ഈച്ചയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് എന്ത് ഔഷധവീര്യമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞാലുണ്ടോ തീരുന്നു? അല്ല മനുഷ്യ, ബുദ്ധിയുണ്ടെങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ. വാസ്തവത്തിൽ ഓരോന്നിന്റെയും ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതല്ലാതെ മനുഷ്യന് തിന്നാനുണ്ടോ? പ്ലാവ്, പ്ലാവിന്റെ ബോഡി വേസ്റ്റ് അല്ലേ? മാവിന്റെ ബോഡി വേസ്റ്റാ മാങ്ങ, അതേ തെങ്ങിന്റെ ബോഡി വേസ്റ്റാ തേങ്ങ. അതെ, അതിന്റെ ശരീരത്തിൽ നിൽക്കൂല, കുറച്ച് കഴിഞ്ഞ വീഴൂ. അപ്പൊ അതിന്റെ ബോഡി വരുന്നല്ലേ അത്? അങ്ങനെ വരുന്നതൊക്കെ മാലിന്യമാണോ? അപ്പോൾ അതാ നിങ്ങൾ ചിന്തിക്കണം. സസ്യങ്ങളുടെ ബോഡിയിൽ നിന്ന് പുറത്തു വരുന്നത് മാലിന്യമല്ല. ജീവിയായ പശുവിന്റെ ബോഡിയിൽ നിന്ന് പുറത്തു വരുന്ന പാല് മാലിന്യമല്ല. തേനീച്ചയുടെ ബോഡിയിൽ നിന്ന് പുറത്തു വരുന്ന തേന് മാലിന്യമല്ല. എന്നൊക്കെ സമ്മതിക്കുന്ന ഒരു മനുഷ്യന് ചോദിക്കട്ടെ, മഹാനായ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മഹാന്റെ കാലുകൊണ്ട സ്ഥലത്ത് നിന്നൊരു വെള്ളം പൊട്ടി ഒലിച്ചപ്പോ ആ പൊട്ടി ഒലിച്ച വെള്ളത്തിന് പലച്ചറപ്പ് കൊടുത്ത ബഹുമാനമാണ് ഞാൻ പറഞ്ഞത്. ലോകത്ത് വല്ല നിരീശ്വര ബാധിക്കും, വല്ല നിർമ്മത ബാധിക്കും, വല്ല മതവിരോധിക്കും, വല്ല തീവ്രവാദിക്കും, വല്ല യുക്തിവാദിക്കും, വല്ല പുത്തൻവാദിക്കും
നിഷേധിക്കാൻ കഴിയുമോ? സംസം വെള്ളത്തിന്റെ ബറക്കത്ത്, സംസം വെള്ളത്തിന്റെ മഹത്വം. കോടിക്കണക്കിന് ജനങ്ങൾ അന്ധവിശ്വാസികളാണോ? അതേ 4000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരമല്ല, ആ റസൂലുള്ളാഹിയുടെ ഉപ്പാപ്പയുടെ ശരീരം തൊട്ട സ്ഥലത്ത് ഒരു വെള്ളം പൊട്ടി ഒലിച്ചപ്പോ ആ വെള്ളത്തിന്റെ ബറക്കത്ത് എത്രയാണ്, ഇതിന്റെ രോഗശമനം എത്രയാണ്? സംശയമുണ്ടോ? ഇതാ ഈ ഹക്കായ വിശ്വാസത്തിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ക്യാൻസർ രോഗമാണെന്ന് വ്യക്തമായി ഡോക്ടർ വിവരിച്ചപ്പോ നിങ്ങൾ എന്റെ കൂടെ വരൂ, കർണാടകയിൽ അച്ചാവരത്ത് വരൂ. അതാ എന്നോട് എന്റെ ശിഷ്യൻ വന്ന് സങ്കടം പറഞ്ഞു, എന്റെ ഉമ്മക്ക് ക്യാൻസർ രോഗമാണ് സ്ഥാനേ, വലിയ വിഷമത്തിലാണ്, മോനെ സംസം വെള്ളം എടുക്കൂ എന്ന് പറഞ്ഞു. ആ സംസം വെള്ളത്തിൽ പടച്ചറപ്പിന്റെ ഖുർആനിന്റെ ബറക്കത്ത് ഞാൻ പറയണോ? ഖുർആൻ ഓതിയിട്ട് ആ ഓതിയ തൊള്ള കൊണ്ട് ഊതിക്കൊടുത്തതേ ഉള്ളൂ, ഖുർആൻ കലക്കി കൊടുത്തിട്ടില്ല. ഖുർആൻ ഓതിയ ആ തൊള്ളയിലെ വായു, ആ വായു സംസം വെള്ളത്തിൽ ഊതിക്കൊടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ ചോദിക്കൂ, ഇപ്പോൾ വന്നവൻ കാണിച്ചു തരാം, ആ പെണ്ണിന് ക്യാൻസർ രോഗമില്ല കേട്ടോ. എത്ര അനുഭവങ്ങൾ പറയാൻ കഴിയും സംസം വെള്ളത്തിന്റെ മഹത്വം. ഓ മുഅ്മിനീകളെ, കൊടുക്കുകയാണ്, പടച്ചവനാണ് സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ. പക്ഷേ അവന്റെ സൃഷ്ടികളിൽ പലതും കാരണമാണ് കേട്ടോ.